മൂത്രത്തെക്കുറിച്ച് പരമ്പരാഗതമായി നിലനിൽക്കുന്ന ശാസ്ത്രീയമെന്ന് തെറ്റായി ധരിച്ചിരിക്കുന്ന വിശ്വാസങ്ങൾ തിരുത്തുക എന്ന ജോലിയാണ് വാട്ടർ ഓഫ് ലൈഫ് ഫൗണ്ടേഷൻ ചെയ്യുന്നത്. പലതവണ മറുപടി പറഞ്ഞതാണെങ്കിലും പുതുതായി വരുന്നവർ പഴയ ചില വിമർശനങ്ങൾ തന്നെ വീണ്ടും ഉയർത്തുന്നുണ്ട്. ഒരു വിമർശനം ഇതാ: യൂറിൻ ശുദ്ധീകരിക്കപ്പെട്ട പ്ലാസ്മയല്ല. അങ്ങനെ പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കലാണ്. ശുദ്ധീകരിക്കപ്പെട്ട പ്ലാസ്മയാണ് മൂത്രം എന്നല്ല, ശുദ്ധീകരിക്കപ്പെട്ട രക്തത്തിലെ പ്ലാസ്മയാണ് മൂത്രമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങനെയല്ല എന്ന് പറയുന്നത് ശാസ്ത്രത്തെ നിഷേധിക്കലാണ്. യൂറിൻ ഈസ് പ്ലാസ്മ അൾട്രാ ഫിൽട്രേറ്റ് എന്നാണ് ശാസ്ത്രം പറയുന്നത്. പ്ലാസ്മയുടെ അൾട്രാ ഫിൽട്രേറ്റ് ആണ് മൂത്രം. ബ്ലഡിൻ്റെ ആദ്യത്തെയും പ്രധാനപ്പെട്ടതുമായ ശുദ്ധീകരണം നടക്കുന്നത് കരളിൽ വെച്ചാണ്. പോഷകങ്ങൾ ആഗിരണം ചെയ്ത രക്തം പോർട്ടൽ വെയിനുകൾ വഴി ആദ്യമായി എത്തുന്നത് കരളിലാണ്. മാലിന്യങ്ങളും വിഷാംശങ്ങളും വേസ്റ്റുകളും കരളിൽ വെച്ച് നീക്കം ചെയ്യപ്പെടുകയും ആ വേസ്റ്റുകൾ പിത്തക്കുഴൽ വഴി ചെറുകുടലിലെത്തി മലം വഴി പുറന്തള്ളപ്പെടുകയുമാണ് ചെയ്യുന്നത്. രക്തത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വാസകോശങ്ങളുടെ പ്രവർത്തനത്തിലൂടെ പുറന്തള്ളപ്പെടുന്നത് വഴി അവിടെയും രക്തശുദ്ധീകരണം നടക്കുന്നുണ്ട്. പ്ലീഹ വഴിയും, അതായത് സ്പ്ലീന് അല്ലെങ്കിൽ പ്ലീഹ വഴിയും ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. മൃതവും ഡാമേജറുമായ കോശങ്ങൾ ഒക്കെ അതിലൂടെയും നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ ലിംഫ് നോഡുകളുടെ പ്രവർത്തനം വഴിയും രക്തശുദ്ധീകരണം നടക്കുന്നുണ്ട്. ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ രോഗകാരികളെ അരിച്ചു മാറ്റുന്ന പ്രക്രിയയും ലിംഫ് നോഡുകളിൽ നടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട രക്തത്തിലെ പോഷകങ്ങൾ നിറഞ്ഞ പ്ലാസ്മ ദ്രവമാണ് കിഡ്നികളുടെ നെഫ്രോണുകളിലേക്ക് ഗ്ലോമറുലസുകൾ വഴി ഫിൽട്ടർ ചെയ്യപ്പെടുന്നത്. രക്തത്തിൽ പോഷകങ്ങൾ അധികരിക്കുമ്പോഴാണ് എക്സസ്സായ പോഷകങ്ങൾ കിഡ്നികളിലേക്ക് അരിച്ച് മാറ്റിവെക്കപ്പെടുന്നത്. ചാക്രിക ക്രമത്തിൽ 24 മണിക്കൂറിനകം 180-ലധികം ലിറ്റർ പ്ലാസ്മ ഇത്തരത്തിൽ കിഡ്നികളിലേക്ക് ഫിൽട്ടർ ചെയ്യപ്പെടുന്നതായി കണക്കാക്കപ്പെടുന്നു. ഇതിൽ 99.4% രക്തത്തിലേക്ക് തിരിച്ചെടുക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം അതൊന്നും തന്നെ മാലിന്യമല്ല എന്നാണ്. മൂത്രസഞ്ചിയിൽ എത്തുന്നതാണ് മാലിന്യമെങ്കിൽ ഇതാദ്യമായി എത്തുന്നത് ഗർഭസ്ഥ ശിശുവിൻ്റെ മൂത്രസഞ്ചിയിലാണ്. ശരീരം ഇങ്ങനെ ചെയ്യുന്നത് ഗർഭസ്ഥ ശിശുവിനെ മാലിന്യം നൽകി നശിപ്പിക്കാനാണോ? അല്ലെന്ന് നമുക്കറിയാം. യൂറിയയും യൂറിക് ആസിഡും ക്രിയാറ്റിനും ഒക്കെ അടങ്ങിയിട്ടുള്ള ഗർഭസ്ഥ ശിശുവിൻ്റെ മൂത്രത്തിൽ തന്നെയാണത് കിടക്കുന്നതും അത് തന്നെയാണത് കുടിക്കുന്നതും ശ്വാസകോശങ്ങളിൽ എത്തിക്കുന്നതും ഒക്കെ. അതിലൂടെ ശിശു ഇൻഫെക്ഷൻ ഒന്നും കൂടാതെ ആരോഗ്യത്തോടെ വളർന്നു വരിക മാത്രമാണ് ചെയ്യുന്നത്. മൂത്രം മലിനമാണെന്ന വിമർശനത്തിനുള്ള ശരീരത്തിൻ്റെ മറുപടിയാണ് വാസ്തവത്തിൽ ഇത്. മറ്റ് വിമർശനങ്ങൾക്കുള്ള മറുപടി തുടർന്ന് പറയാം. നന്ദി.